ഹലോ, വെൽക്കം ടു വനൂസ് ഗ്ലോ വ്ലോഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ് ചെയ്യുന്നത്. ഇന്ന് എന്റെ വകയാണ് കുക്കിംഗ്. എന്റെ അസിസ്റ്റന്റ് ആണ് വനു. അപ്പൊ നമുക്ക് കാണാം. അതായത് ഒരു ഈസി ഹെൽത്തി എന്ന് പറയാവുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ എയർ ഫ്രൈ ചിക്കൻ ഫ്രൈ. അതിന്റെ എന്തൊക്കെ വേണം നമുക്ക് ക്യുക്കായിട്ട് കാണാം. അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ വേണം നോക്കാം. ആദ്യം നല്ല ചിക്കൻ വേണം. ഉറപ്പായിട്ടും ഇത് നമ്മൾ എന്താ ചോദിച്ചാൽ വെള്ളം കളഞ്ഞ് വെച്ചിട്ട് അതിനകത്തൊന്ന് സ്കോർ ചെയ്യുക. ജസ്റ്റ് ഫോർക്കൊക്കെ ഇട്ടിട്ട് ഹോളൊക്കെ ഇട്ട് വെച്ച് ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ പേപ്പറൊക്കെ കൊണ്ട് തുടച്ച് നീറ്റാക്കി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനകത്തുള്ള മെയിൻ ഐറ്റം ബേസൻ ആണ്. ഈ വീട്ടിൽ ഇല്ലായിരുന്നു, ഞാൻ മേടിച്ചതാണ്. ഞാൻ കാനഡ സാധനം സ്ഥിരമായിട്ട് എല്ലാ സാധനങ്ങളിലും ഉപയോഗിക്കുന്നതാണ്. ഇത് നോർത്ത് ഇന്ത്യൻ രീതി അങ്ങനെ വല്ല ആയിരിക്കും. നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പൊ ബേസൻ പൗഡർ വേണം. മൈക്കൊക്കെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. സംസാരിക്കുന്നതിന്റെ കൂടുതൽ ഫോൺ വന്നു, അത് കാരണം കുറച്ച് ഡിസ്റ്റർബ് ആയി. അത് നിങ്ങൾ അറിയില്ല, അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യും. പിന്നെ നമുക്ക് ബേസൻ പറഞ്ഞതിന്റെ ബേസൻ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നമ്മളിപ്പം എന്റെ അസിസ്റ്റന്റ് പോയി പേസ്റ്റ് ആക്കിയിട്ട് വരും. ചെല്ലുവനോ, ബാക്കി ഞാൻ പറയാം. പേസ്റ്റ് ആക്കിയിട്ട് വരും. പിന്നെ നമുക്ക് മുളകുപൊടി, മഞ്ഞപ്പൊടി, തൈര് വേണം, അതായത് പുളി ഇല്ലാത്ത തൈര്, പിന്നെ എന്താ ഉപ്പ്, കുരുമുളക് പൊടി, അങ്ങനെ നാരങ്ങ. അപ്പൊ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ചെയ്യുന്ന ബാക്കി എല്ലാ മസാലയും പരട്ടിയിട്ട് ഈ ബേസൻ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സൺഫ്ലവർ ഓയിലോ, മസ്റ്റർഡ് ഓയിൽ ആണെങ്കിൽ ഏറ്റവും നല്ലത്, അത് ചേർത്ത് നമ്മൾ ഇച്ചിരി ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമ്മൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഇനി നേരെ ശ്രദ്ധ കുക്കിങ്ങിലേക്ക്. പൗഡർ ആദ്യം എണ്ണയിലാണോ? അതെ അതെ. സോറി ഗൈസ്, എനിക്കറിയത്തില്ലായിരുന്നു. ചെറുതായിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഏത് ഓയിലും, കോക്കനട്ട് ഓയിൽ അല്ലാതെ വേറെ ഏതെങ്കിലും, സൺഫ്ലവർ ഓയിൽ നമ്മൾ ഇച്ചിരി നോക്ക്, അത്ര എണ്ണ. പിന്നെ ബട്ടർ, അതും കുറച്ച്. ഇതും ഹെൽത്തി ആണെന്ന് ചോദിച്ചാൽ ഹെൽത്തി അല്ല, പക്ഷെ നമ്മളെല്ലാം കുറച്ച്. ഓവർ ആക്കുമ്പോഴായി പ്രശ്നം വരും. നോക്ക്, നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ കട്ട് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. വനു എസ്തെറ്റിക്സിന് എന്തോ എടുക്കാൻ പോയി, ഞാൻ കത്തി കൊണ്ടങ്ങ് വെട്ടി. ഹിങ് ഹിങ് അപ്പൊ നമ്മൾ നല്ല ചൂടായി ഇതിനകത്തിലേക്ക് ഇതിടുക, അത്ര മതി. ചിക്കൻ അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് ഇച്ചിരി ഹീങ്ങും കൂടെ ഇടണം. ഹീങ്ങിന്റെ മലയാളം എന്താണ്? ഇതിന്റെ പേരെന്തായിരുന്നു? നമ്മള് സാമ്പാറിന് ഇടുന്ന സാധനം കായം. ഇച്ചിരി കായ ഇടുക. അതൊക്കെ വീഡിയോയിൽ വരും കേട്ടോ. ഹീൻ എന്നൊക്കെ പറഞ്ഞ അറിയില്ല. ഹീങ് ഇച്ചിരി കുറച്ച് മതി മതി മതി. ഇതൊന്ന് തീ കുറച്ച്, ഏറ്റവും കുറച്ച്, നല്ല റോസ്റ്റ് ആവട്ടെ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ 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 ചൂടാവണം. ജസ്റ്റ് ഒന്ന് ചൂടാവണം. പിന്നെ ഇളക്കിക്കോ. പാത്രത്തിൽ വേദന ഇളക്കായിരിക്കും. പാത്രത്തിൽ വേദന എടുക്കത്തില്ല, കായത്തിന്റെ മണം വരുന്നുണ്ടല്ലോ, അതാണല്ലോ ഇട്ടത്. ഈ വീഡിയോ 1 മില്യൺ അടിക്കോ നോക്കാല്ലേ. ബാക്കിയെല്ലാം പിന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ ഒരു കുറവേ ഉള്ളൂ. 100% എന്താ പറയാ, 100% സക്സസ് റേറ്റ് വേണം. സോറി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് 1 മില്യൺ ആക്കണേ. മിക്സ് ചെയ്തു. ഇനി ചൂട് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്, കാരണം നമുക്ക് മറ്റു മസാലകളും ഇതിൽ മിക്സ് ചെയ്യണം. കട്ട്. ഇനി നമ്മൾ ബേസിക് ആയിട്ടുള്ള പൊടികളെല്ലാം മിക്സ് ചെയ്യാൻ പോകുന്നത്. മറ്റു തണുക്കുന്നവരെ മുളക് പൊടി, നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. അത്രയും ചിക്കൻ എത്ര വേണമെന്ന് വെച്ചാൽ അതൊന്നും എനിക്ക് പറയാറില്ല. നമുക്ക് പണ്ട് സൂപ്പർവിഷൻ ഇഷ്ടം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി. ഇവിടെ എല്ലാരും എരിവ് പ്രിയരാ. അപ്പൊ ഇച്ചിരി കുരുമുളക്, ഗരം മസാല ആവശ്യത്തിന്. ഇങ്ങനെ പ്രൊഫഷണൽ ഷെഫുമാരൊക്കെ ഇട്ട് കാണുന്നില്ലേ. തൈരിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. തൈര് എത്ര വേണമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്യുന്നതിന്റെ അനുസരിച്ചിരിക്കും. ഇത് വേണ്ട, ഇഞ്ചി പേസ്റ്റ് ഒക്കെ. ഇതൊന്നൊന്ന് അരഞ്ഞ് കൂടുതലായിരിക്കുമോ? ഇല്ല ഇല്ല, ഈ വീട്ടിലെല്ലാവരും എരിവ് ഭ്രാന്തരാണോ, കുഴപ്പമില്ല. ഇനി നമ്മൾ ബേസൻ ഇതിനകത്തിലേക്ക് ഇടും. കുറച്ച് കുറച്ചിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കാറ്റടിച്ചപ്പോ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ബാക്കി കൂടെ മിക്സ് ചെയ്യാം. മൊത്തം
മസാല മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി തിക്കായിട്ടിരിക്കുന്നല്ലോ, ഒത്തിരി ലൂസ് ആവരുത്. ബിക്കോസ് ഓൾറെഡി ചിക്കനിൽ എന്തൊക്കെ നമ്മൾ ചെയ്താലും കുറച്ച് വെള്ളം ഉണ്ടാവും. ഇനി ഉപ്പും. അപ്പം നമ്മുടെ മസാല റെഡി. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്യുന്നത് പോയി കാണാം. അപ്പൊ ശരി, പോരെ. ടിഷ്യൂ വെച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കുക. ഒട്ടും വെള്ളം ഇല്ലാണ്ടിരുന്ന കോട്ട് ചെയ്തിരിക്കുന്നു അത്രയും നേരം. എങ്ങനെയാണ് ഈ കുക്കിംഗ് വ്ലോഗ് ഒക്കെ ചെയ്യുന്നത്? ഓക്കെ, ഇപ്പൊ നല്ല നീറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ക്ഷീണിച്ചു. ഇനി നമുക്ക് ഇരുന്ന് ചേറൊക്കെ ഇട്ട് നമുക്ക് ഇരുന്ന് മാരിനേറ്റ് ചെയ്യാം. ശരി, പക്ഷെ എന്റെ കൈ പുകയോ? പാചകം അങ്ങനെയൊന്നും വിചാരിക്കരുത്. സ്പൂൺ പിടിച്ചോ. നമുക്ക് ആദ്യം ലെഗ് പീസിൽ നിന്ന് എന്തായാലും തുടങ്ങാം. ഇനി ബാക്കി ഫുൾ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാവേ. ഞാനൊന്ന് മിസ് ഔട്ടായി. നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചായിരുന്നു. 4-5 hours ഫ്രീസറിൽ വേണ്ട, ഫ്രിഡ്ജിൽ നമ്മൾ കവർ ചെയ്ത് നിങ്ങൾക്ക് റാപ്പ് എന്തെങ്കിലും റാപ്പ് ചെയ്ത് ഒട്ടിച്ച് കുറെ നേരം ഇരിക്കും. എന്നിട്ട് വൈകുന്നേരം നമുക്ക് എയർ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് കാണാം. ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മാരിനേറ്റ് ചെയ്ത് പുറത്തെടുത്ത് വെച്ചു. ഇനി നമ്മൾ എയർ ഫ്രയറിൽ വെക്കാൻ പോവുക. അതിന് മുന്നേ നമ്മൾ കുറച്ച് സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ആവശ്യം ഓയിൽ തേച്ചൊന്ന് എല്ലായിടും ഒന്ന് തേച്ച് പിടിപ്പിച്ചു. കുക്കിംഗ് ടൈം കൂടുതലെടുക്കും. ഇപ്പോൾ ഒരു കുഞ്ഞ് കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആദ്യം ഇത് ഇത്രയും വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തു. നമുക്ക് നോക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ടിട്ട് ഓയിൽ വേണമെങ്കിൽ ബ്രഷ് ചെയ്യാം. പക്ഷെ ആദ്യത്തെ ട്രിപ്പ് ഞങ്ങൾ എടുത്തു, വീഡിയോ എടുക്കാൻ മറന്നുപോയി, ആകാംക്ഷയിൽ കഴിച്ചു. ഇത് രണ്ടാമത്തെ ട്രിപ്പാട്ടോ എടുക്കുന്നത്. ഇന്നത്തെ കുറച്ച് ലെഗ് പീസ് ഉള്ളതുകൊണ്ട് എന്തായാലും ഇച്ചിരി ടൈം വേണ്ടി വരും. നമ്മളായിട്ടുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യാം. ഉള്ളിലൊക്കെ കുക്കായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണം. ഓക്കെ, അങ്ങനെ ചിക്കൻ ഫ്രൈ റെഡിയായി. കുറച്ച് വിനാഗിരിയൊക്കെ ഇട്ട് അനിയൻസ് സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ എയർ ഫ്രൈഡ് ഹെൽത്തി വേർഷൻ ചൂടായിരിക്കും. ക്രിസ്പി ആണോ ജ്യൂസി ആണോ? ക്രിസ്പിയുമാണ്, അത് നല്ല ജ്യൂസിയുമാണ്. ഓക്കെ, സൂപ്പറാണ്, ഹെൽത്തിയാണ്. പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കി വയ്ക്കാമേ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കേ.